हरे कृष्ण राधे राधे। या देवी सर्वभूतेषु शक्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः. നവരാത്രി അഥവാ ശക്തിയെ ഉപാസിക്കുന്ന ദിനം. വർഷത്തിൽ 2 നവരാത്രികൾ വരും. ഒന്ന് ചൈത്ര നവരാത്രിയും ഒന്ന് അശ്വിൻ നവരാത്രിയും. ഇത് ചൈത്രമാസത്തിലെ നവരാത്രിയാണ്. ഭൗതിക ദുഃഖത്തിൽ നിന്നും മുക്തനാവാനായിട്ട് ദുർഗാദേവിയുടെ ദിവ്യ ആശീർവാദവും മാർഗദർശനവും അത്യാവശ്യമാണ്. ഈ ശുഭ നവരാത്രിയിൽ നമുക്ക് നവദുർഗകളുടെ 9 ശുഭ പൗരാണിക കഥകൾ കേൾക്കാം. നവരാത്രിയിൽ ദേവിയുടെ 9 ഭിന്നമായിട്ടുള്ള സ്വരൂപങ്ങളുടെ പൂജ ചെയ്യുന്നു. ആദ്യ ദിനത്തിലെ ദേവിയുടെ രൂപമാണ് ശൈലപുത്രി. ശൈലപുത്രി മാതാ പർവ്വതരാജൻ്റെ പുത്രിയാണ്. ആ ദേവിയുടെ വർണ്ണം ശ്വേതമാണ്. വെളുത്ത നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ദേവിയുടെ ഒരു കരത്തിൽ ത്രിശൂലവും മറുകരത്തിൽ താമരപ്പൂവുമാണ്. മാതാ ശൈലപുത്രി ഒരു വൃഷഭം അഥവാ കാളയുടെ പുറത്താണ് സവാരി ചെയ്യുന്നത്. ഇത് കാരണം ദേവിക്ക് വൃഷാരൂഢ എന്ന ഒരു പേരുകൂടിയുണ്ട്. ഇന്ന് നവരാത്രിയുടെ പ്രഥമ ദിനത്തിൽ നമുക്ക് ദേവി ശൈലപുത്രിയുടെ കഥ കേൾക്കാം. ദക്ഷ പ്രജാപതിക്ക് 60 കന്യകമാരുണ്ടായിരുന്നു. ഇതിൽ സതിയുടെ വിവാഹം ദക്ഷൻ്റെ ആഗ്രഹത്തിനെതിരായി ശിവഭഗവാനോടൊപ്പം നടന്നു. ഒരിക്കൽ ദക്ഷ പ്രജാപതി ഒരു വലിയ യജ്ഞം നടത്താൻ തീരുമാനിച്ചു. ദക്ഷൻ ശിവഭഗവാനെയും സതീദേവിയെയും ഒഴികെ എല്ലാ ദേവീദേവന്മാരെയും ക്ഷണിച്ചു. ഇതറിഞ്ഞ് സതീദേവി തൻ്റെ പിതാവ് നടത്തുന്ന യജ്ഞത്തിൽ പങ്കെടുക്കാൻ അതിയായി ആഗ്രഹിച്ചു. അതിൽ പോകാനായി ഒരുങ്ങുകയും ചെയ്തു. ശിവഭഗവാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധം പിടിച്ച് പിതാവിൻ്റെ യജ്ഞത്തിൽ ഭാഗമാകാൻ എത്തിച്ചേർന്നു. ദക്ഷൻ സതീദേവിയുടെ സമക്ഷത്തിൽ ശിവഭഗവാനെ അപമാനിച്ചു. സതീദേവിക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. സതീദേവി സ്വയം അഗ്നിയെ ശരണം പ്രാപിച്ചു ഭസ്മമായി. തൻ്റെ പ്രിയ പത്നി സതിയുടെ വിയോഗത്തിൽ ഭഗവാൻ ശിവനും വൈരാഗിയായി മാറി. അദ്ദേഹം ഘോര തപസ്യയിൽ ലീനനായി. ദക്ഷ പ്രജാപതിയുടെ മറ്റൊരു പുത്രിയായിരുന്നു സ്വത. സ്വത പിതൃക്കളുടെ കൂടെ വിവാഹം കഴിച്ചു. ഈ പിതൃക്കൾക്ക് 3 മാനസപുത്രിമാരുണ്ടായിരുന്നു: മൈന, ധന്യ, കലാവതി. ഒരു തവണ ഈ 3 കന്യകമാരും വിഷ്ണുവിൻ്റെ ദർശനത്തിനായി ശ്വേതദ്വീപിലെത്തി. അവിടെ അപ്പോൾ 4 കുമാരന്മാരായി ഉണ്ടായിരുന്നു. ഈ 4 കുമാരന്മാരെ കണ്ട് എല്ലാ പേരും എണീറ്റ് നിന്ന് അവരെ ആദരിച്ചു. വളരെ കുട്ടികളായിരുന്നു ഈ 4 കുമാരന്മാരും, സനൽകുമാരന്മാർ. പക്ഷേ പിതൃക്കളുടെ ഈ 3 കന്യകമാർ ഇരുന്ന സ്ഥലത്ത് നിന്നും എണീറ്റില്ല. കൊച്ചു കുട്ടികളല്ലേ എന്ന് കരുതിയവർ. ഇത് കണ്ട 4 കുമാരന്മാർ കോപിഷ്ഠരായി ശപിച്ചു. ശാപം ഇപ്രകാരമായിരുന്നു: നിങ്ങൾ സ്വർഗത്തിൽ നിന്നും മൃത്യുലോകത്തിൽ പോയി മനുഷ്യ സ്ത്രീകളായി ജനിക്കട്ടെ. ഈ ശാപവാക്കുകൾ കേട്ട് 3 കന്യകമാരും 4 കുമാരന്മാരുടെ കാൽക്കൽ വീണ് ക്ഷമയാചിച്ചു. ഇവരുടെ ദയനീയ സ്ഥിതി കണ്ട് ദയ തോന്നിയ ഈ കുമാരന്മാർ ഇവർക്ക് വ്യത്യസ്തമായ വരദാനങ്ങൾ നൽകി. അവർ ഏറ്റവും മുതിർന്ന കന്യക മൈനയ്ക്ക് പർവ്വതരാജൻ ഹിമാലയത്തിൻ്റെ പത്നിയും പാർവതി ദേവിയുടെ അമ്മയാകാനുമുള്ള വരദാനം നൽകി. രണ്ടാമത്തെ കന്യക ധന്യയ്ക്ക് ജനക രാജാവിൻ്റെ പത്നിയും സീതാദേവിയുടെ അമ്മയാകാനുള്ള വരദാനം നൽകി. മൂന്നാമത്തെ കന്യകയ്ക്കാകട്ടെ കലാവതിക്ക് വൃഷഭാനുവിൻ്റെ ഭാര്യയും രാധയുടെ അമ്മയാകാനുമുള്ള അനുഗ്രഹം നൽകി. ഇങ്ങനെ വരദാനം കിട്ടിയ അവർ ശ്വേതദ്വീപിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തി. വരദാനമനുസരിച്ച് ആദ്യത്തെ കന്യക മൈനയുടെ കല്യാണം പർവ്വതരാജൻ ഹിമാലയത്തിനൊപ്പം നടന്നു. കല്യാണത്തിനു ശേഷം എല്ലാ ദേവീദേവന്മാരും രാജ ഹിമാലയത്തിൻ്റെയും മൈനാദേവിയുടെയും അടുത്തെത്തി. അദ്ദേഹത്തോടും മൈനാദേവിയോടും ഉമാദേവിയെ ഘോര തപസ് ചെയ്ത് പുത്രിയായി സ്വയം ഉമാദേവി തന്നെ പുത്രിയായി വരാൻ വരം വാങ്ങാനായി പറഞ്ഞു. ആ സമയം എല്ലാ പേരും ശരിക്കും താരകാസുരൻ എന്ന രാക്ഷസന്റെ ശല്യത്താൽ വളരെയധികം വിഷമിച്ചിരിക്കുകയായിരുന്നു. കൂടാതെ ശിവഭഗവാന്റെ പുത്രനു മാത്രമേ താരകാസുരനെ വധിക്കാൻ കഴിയുകയുള്ളൂ. സതീദേവിയുടെ മരണത്തിനു ശേഷം ഈ കാര്യം നടക്കാതെ പോയി. ഇപ്പോൾ ഈ കാര്യം പൂർണ്ണമാക്കാൻ സതീദേവിക്ക് പാർവതീദേവിയുടെ രൂപത്തിൽ പുനർജനിക്കേണ്ടതുമുണ്ട്. ദേവതമാരുടെ ആഗ്രഹപ്രകാരം ഹിമാലയ രാജാവും പത്നിയും തപസ്സു ചെയ്യാൻ തുടങ്ങി.
മൈനാദേവി ബ്രാഹ്മണർക്ക് ദാനം കൊടുത്തും വളരെ ഭക്തിഭാവത്തോടെ ഉമാദേവിയുടെ ഉപാസനയും ചെയ്യുമായിരുന്നു. ഗംഗാനദിയുടെ തീരത്തിൽ ഉമാദേവിയുടെ മണ്ണിലുണ്ടാക്കിയ മൂർത്തിയിൽ പ്രസാദവും അർപ്പിച്ച് കഠോര വ്രതവും ചെയ്യുമായിരുന്നു. ചിലപ്പോൾ നിരാഹാരം, ചിലപ്പോൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട്, ചിലപ്പോൾ വായു മാത്രം ഭക്ഷിച്ചുകൊണ്ടും തപസ് തുടർന്നു. ഇങ്ങനെ തപസ് ചെയ്ത് 27 വർഷം കഴിഞ്ഞു. ഇത്രയും നാൾ തപസ് ചെയ്തതിൽ സംപ്രീതയായി ജഗദംബ ഉമാദേവി അവരോട് വരം ചോദിച്ചു കൊള്ളാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മൈനാദേവി ഉമാദേവിയോട് സ്വയം ദേവി തന്നെ അവരുടെ പുത്രിയായി ജന്മമെടുക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ദേവി അവർക്ക് വരദാനവും നൽകി. ഹിമാലയ രാജന്റെ കൊട്ടാരത്തിൽ പാർവതീദേവിയുടെ രൂപത്തിൽ ദേവി അവതരിച്ചു. ഹിമാലയം പർവ്വതങ്ങളുടെ രാജാവാണ്. പർവ്വതത്തിനെ ശൈലം എന്നും പറയും. ഇങ്ങനെ ദേവി പാർവതിയുടെ ഒരു പേര് ശൈലപുത്രി എന്നാണ്, വേറൊരു പേര് ഹൈമവതി എന്നാണ്. ഇതാണ് മാതാ ശൈലപുത്രിയുടെ കഥ. ശിവരാത്രിയുടെ പ്രഥമ ദിനത്തിൽ ശൈലപുത്രി മാതാവിനെയാണ് പൂജയും ഉപാസനയും ആരാധനയും ചെയ്യേണ്ടത്. ശൈലപുത്രിയുടെ നിറം വെളുപ്പാണ്. ദേവിക്ക് വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ വെളുത്ത നിറത്തിലുള്ള പ്രസാദവും മധുരം, അതായത് പാൽപായസം വളരെ പ്രിയങ്കരമാണ്. വെളുത്ത വസ്ത്രങ്ങളും വെളുത്ത നിറത്തിലുള്ള പ്രസാദവും പുഷ്പങ്ങളുമൊക്കെ ദേവിക്ക് വളരെ പ്രിയങ്കരമാണ്. ശിവരാത്രിയുടെ ആദ്യ ദിനം മാതാ ശൈലപുത്രിയെ ആരാധിച്ചും മാതാ ശൈലപുത്രിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടും ഞാൻ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ദിനത്തിലെ ദേവിയുടെ കഥ നാളെ കേൾക്കാം. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. ഹരേ കൃഷ്ണ. രാധേ രാധേ.